വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമ്പനയിൽ കണ്ട പോലെ തന്നെ NHS റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേയും പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം NHSൽ ഇപ്പം നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സ്ലോ ഡൗൺ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ലെസ് ചാൻസ് ആണ്. അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിലെ പ്രമുഖ പത്രങ്ങളിലൊക്കെ കണ്ടു, വീണ്ടും NHS റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം പിന്നെ നേഴ്സിംഗ് പാസ്സായവരും OET പാസ്സായവരൊക്കെ എത്രയും പെട്ടെന്ന് റെഡി ആയിരുന്നോളാം. പക്ഷേ അതിന് വളരെയധികം ചാൻസ് കുറവാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് മെയിൻ കാരണം NHS ഇംഗ്ലണ്ടിന് ഫണ്ടില്ല. ഇത് ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിരുന്നു. റിക്രൂട്ട്മെൻറ്റിന് ഫണ്ട് ഇപ്പം ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനിലെ ഓരോ ഹോസ്പിറ്റലിലെ ട്രസ്റ്റിന് ഫണ്ടുണ്ടെങ്കിൽ NHS റിക്രൂട്ട്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏജൻസി വഴിയോ അല്ല ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റോ. പക്ഷേ പല ട്രസ്റ്റുകളിലും ഫണ്ടില്ല. ഹോസ്പിറ്റൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് പല ട്രസ്റ്റുകളിലും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് കളർ പ്രിൻ്റ് എടുക്കാൻ പോലും പെർമിഷൻ ഇല്ല. എന്നുവെച്ചാൽ ഈ അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം അവർ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് NHS റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്ന ഈ വാർത്തകളൊക്കെ തെറ്റാണ്. അതുകൊണ്ടെന്നാൽ ഇത് ഇപ്പം നാട്ടിൽ പല ബിസിനസ്സുകളാണ്. OET ബിസിനസ്, IELTSൻ്റെ ബിസിനസ്, അങ്ങനെ പല ബിസിനസ്സുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വാർത്തകൾ അടിച്ചിറക്കും, NHS റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞു. പക്ഷേങ്കിൽ ഇൻ റിയാലിറ്റി അത് വളരെ ലെസ് ചാൻസ് ആണ്